നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിലെ സ്തംഭനാവസ്ഥ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ധർണ സംഘടിപ്പിച്ചു. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് കഴിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. CPI 91ാം സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെ നടന്നു. രാമരാജ്യ ക്ഷത്രിയായനെ കോട്ടയാർ സേവാസംഘം കീക്കാനം ഉപസംഘത്തിന്റെ 4ാം വാർഷിക സമ്മേളനം നടന്നു. സോഷ്യലിസ്റ്റ് നേതാവ് B. കർത്തമ്പു മേസ്ത്രിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സർവകക്ഷി അനുശോചന യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. പുതുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് തുടക്കം. മുട്ടുന്തല മഖാം ഉറൂസിന് സമാപനം. അന്നദാനത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ എത്തി. നമശിവായ മന്ത്രങ്ങൾ മുഴങ്ങി. ലക്ഷം ദീപ പ്രഭയിൽ വേളൂർ മഹാശിവക്ഷേത്രം. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. CMP KSF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, റേഷൻ വിതരണം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണാസമരം സംഘടിപ്പിച്ചത്. CMP KSF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണാസമരം CMP സെൻട്രൽ കൗൺസിൽ അംഗം V. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബെൽജിയമുണ്ട്, ഫ്രാൻസ് ഉണ്ട്, സ്വീഡൻ. ബെൽജിയം ഫ്രാൻസും വളരെ ചുരുക്കം ജനസംഖ്യയുടെ, സ്വീഡൻ ചുരുക്കം ജനസംഖ്യയുടെ രാജ്യം. നമ്മുടെ രാജ്യം 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഈ ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്ന രാജ്യം എന്ന് പറയാവുന്ന ഈ 3 രാജ്യങ്ങൾ, സ്വീഡനായിരുന്നാലും അതുപോലെ തന്നെ ബെൽജിയമായിരുന്നാലും, ബെൽജിയം 99% ഈ നോട്ടില്ലാതെ വ്യാപാരം നടത്തുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനം നടത്തുന്ന ഈ 2 രാജ്യങ്ങളിലാണ്. അപ്പൊ ക്യാഷ്ലെസ് സൊസൈറ്റി ആ ഭീകരപ്രവർത്തനം നടക്കില്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്നെ സാക്ഷ്യമുണ്ട്. B. സുകുമാരൻ അധ്യക്ഷനായി. V. കമാരൻ, സുഭാഷ് ചീമേനി, C. കുഞ്ഞമ്പു നായർ, CV തമ്പാൻ, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. CPI 91ാം സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനം ശക്തമാക്കുന്നത് വഴി ജനാധിപത്യ അവകാശങ്ങൾക്കും പൗരസ്വാതന്ത്ര്യങ്ങൾക്കുമുള്ള ഒരു സംരക്ഷകനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ധാരണ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാനും അവയുടെ പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു പാർട്ടി എന്ന പൊതുവിൽ അംഗീകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യ 21ാം നൂറ്റാണ്ടിൽ നാം പ്രവർത്തിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം പ്രവർത്തിക്കുന്നത്. CPI 91ാം സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിർവഹിച്ചു. KV കൃഷ്ണൻ അധ്യക്ഷനായി. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T. കൃഷ്ണൻ, M. ഹസിനാർ, V. കൃഷ്ണൻ എരിക്കുളം, M. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കളങ്കമേൽക്കാത്ത പൊതുജീവിതത്തിന്റെയും കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെയും ഉടമയായിരുന്നു അന്തരിച്ച B. കർത്തമ്പു മേസ്ത്രി എന്ന് സർവകക്ഷി അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് നടന്ന അനുശോചന യോഗത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു.
ശനിയാഴ്ച അന്തരിച്ച പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് കർത്തമ്പു മേസ്ത്രിയുടെ മൃതദേഹം കോട്ടച്ചേരിയിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. അന്ത്യോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരടക്കം ആയിരക്കണക്കിന് ആളുകൾ എത്തി. കാഞ്ഞങ്ങാട്ട് സർവകക്ഷി അനുസ്മരണ യോഗം നടന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു കർത്തമ്പു മേസ്ത്രി എന്ന സർവകക്ഷി അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. AK നാരായണൻ, അഡ്വക്കേറ്റ് MC ജോസ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, K വേണുഗോപാലൻ നമ്പ്യാർ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് രമേശ്, A ഹമീദ് ഹാജി, V കമാരൻ, വയലപ്രം നാരായണൻ, M കുഞ്ഞമ്പാടി, PP രാജു, SK കുട്ടൻ, AV രാമകൃഷ്ണൻ, T മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. രാമരാജ്യ ക്ഷത്രിയായനെ കോട്ടയാർ സേവാ സംഘം കീക്കാനം ഉപസംഘത്തിന്റെ 4ാം വാർഷിക സമ്മേളനം നടന്നു. നളന്ദ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. രാമരാജ്യ ക്ഷത്രിയായനെ കൊട്ടയാർ സേവാ സംഘം കീക്കാനം ഉപസംഘത്തിന്റെ 4ാം വാർഷിക സമ്മേളനം നളന്ദ പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു നടന്നത്. ജില്ലാ അധ്യക്ഷൻ നിരഞ്ജൻ കൊറക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. ನಮ್ಮ ಮುಂದೆ ಇರುವಂತಹ ಹಿರಿಯರು ಮತ್ತು ಮಹನೀಯರು, ಮಹಿಳೆಯರು, ಮಾತೆಯರು, ಮಕ್ಕಳು ನಿಜವಾಗಿ ಸ್ಟೇಜಿನಲ್ಲಿ ಕುಳಿತವರಿಗಿಂತ ಜಾಸ್ತಿ ಸ್ಟೇಜಿನ ಎದುರುಭಾಗದಲ್ಲಿ ನಿಂತಹ ಮಾತೆಯರು ಮತ್ತು ಮಹನೀಯರು ಈ ಸಂಘವನ್ನು ದೃಢ ಸಂಕಲ್ಪದಿಂದ ಮುಂದುವರಿಸಲಿಕ್ಕೆ P ഗണേഷ് കീക്കാനം അധ്യക്ഷനായി. N ഗൗരീശങ്കർ, ശാംഭവി, CI പ്രമോദ്, രാമകൃഷ്ണൻ, വെങ്കിട്ടരമണ തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. പെരിയാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും NSSന്റെയും നേതൃത്വത്തിലാണ് സപ്തദിന ക്യാമ്പ് നടക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതിനനുസൃതമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായി ക്യാമ്പിൽ അവരുടെ ഉദ്ദേശിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് നിർമ്മാണം, പച്ചക്കറിത്തോട്ടം നിലമൊരുക്കൽ, ഔഷധത്തോട്ട നിർമ്മാണം, ശുചീകരണം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. സംഘാടക സമിതി ചെയർപേഴ്സൺ K സതി അധ്യക്ഷയായി. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ K വിദ്യ മുഖ്യപ്രഭാഷണം നടത്തി. ബിന്ദു P, ജയൻ K, KMA ഹമീദ്, അജിത് കുമാർ, ശ്രീകാന്ത്, വിജയ ടീച്ചർ, KT സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി യോഗ പരിശീലനം, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്, നാട്ടുപയമ തുടങ്ങിയവ സംഘടിപ്പിക്കും. ഡിസംബർ 30-ന് ക്യാമ്പ് സമാപിക്കും. പ്രാഥമിക സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ കൂട്ടായ്മയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നീലേശ്വരത്ത് താലൂക്ക് സമ്മേളനം നടത്തി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയുടെ നട്ടെല്ലായി മാറിയ സഹകരണ പ്രസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ നടപടിയുടെ ഫലമായി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് സഹകരണ ജീവനക്കാരുടെ കൂട്ടായ്മയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നീലേശ്വരത്ത് നടക്കുന്നത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഹക്കീം കുന്നിൽ നീലേശ്വരം വ്യാപാര ഭവനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ എന്നെ പോലെ ഈ പ്രസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന ആളുകളുടെ മനസ്സിൽ ചെറിയ തോതിൽ ഒരു ആശങ്കയുണ്ടായാൽ ആ ആശങ്കയെ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ സംഘടന ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാറുള്ളത്. മറ്റൊരു കാര്യം അവിടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഒരു ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സ്വന്തം അക്കൗണ്ടിൽ കാശുണ്ട്, ബാങ്കിൽ പോയാൽ കാശ് കിട്ടുന്നില്ല. അപ്പൊ ആരാണ് കുറ്റക്കാരൻ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഈ രാജ്യത്തെ ആളുകൾക്ക് കാശ് കിട്ടാനുള്ള ഒരാളുടെ ചെക്ക് ഞങ്ങളുടെ കൈവശമുണ്ടാവുകയും ആ കാശ് യഥാസമയം ബാങ്കിൽ സമർപ്പിക്കുകയും അവിടെ നിന്ന് തുക ലഭിക്കാത്ത ഒരു സാഹചര്യം, ഡിസോർഡർ ആവുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് 138-ാം വകുപ്പ് പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പാസാക്കിയിരിക്കുന്നത്.
സഹകരണ മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ മുന്നേറ്റം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് P രമേശൻ നായർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശ് മൂലക്കണ്ടം, ജില്ലാ സെക്രട്ടറി PK വിനോദ് കുമാർ, വനിതാ ഫോറം സംസ്ഥാന കൺവീനർ E രുദ്രാകുമാരി എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി P വിനോദ് കുമാർ സ്വാഗതവും ട്രഷറർ രഘുനാഥൻ നന്ദിയും പറഞ്ഞു. നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്താനുള്ള പോരാട്ടത്തോടൊപ്പം ഇന്ന് സഹകരണ മേഖല അനുഭവിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യാനും ശക്തമായ മുന്നേറ്റം ആവശ്യമാണെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. സർവീസിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്കുള്ള യാത്രയയപ്പും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി. ജീവനം ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പുഴയോരങ്ങളിൽ കണ്ടൽ ചെടി നട്ടുപിടിപ്പിക്കുന്നു. NSS വോളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി. കണ്ടൽ ചെടി വിതരണം നീലേശ്വരത്തെ കടിഞ്ഞുമൂലയിൽ നടന്നു. നീലേശ്വരം പുഴയോരത്ത് മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെയും കോട്ടപ്പുറത്ത് CH മുഹമ്മദ് കോയ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കയ്യൂരിൽ നീലേശ്വരം രാജാസിലെയും അഴിത്തലയിൽ ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കടിഞ്ഞുമുറിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മൈച്ചിയിൽ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുട്ടികളാണ് ജീവനം ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ടൽ ചെടി നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ നേതൃത്വം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാലയങ്ങളിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ്. നീലേശ്വരം കടിഞ്ഞുമുലയിൽ നടന്ന കണ്ടൽ ചെടി വിതരണം നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മറക്കുകയും നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് നേരത്തെ പ്രവീൺ മാഷ് പറഞ്ഞതുപോലെയുള്ള സുനാമി ദുരന്തങ്ങളൊക്കെ നമ്മുടെ കരയിലേക്ക് കടന്നു വന്നത്. സുനാമിയെ പ്രതിരോധിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ മാർഗം എന്ന് പറയുന്നത് കടൽ തീരങ്ങളിൽ കണ്ടൽ ചെടികൾ പോലെയുള്ള സംരക്ഷണം നൽകുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നതാണ്. അതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നീലേശ്വരം കടിഞ്ഞുമൂലയിലെ പ്രാദേശിക കൃഷി ശാസ്ത്രജ്ഞനായ ശ്രീ PV ദിവാകരന്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥതയോടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ വിധത്തിലുള്ള കണ്ടൽ സംരക്ഷണ, പ്രകൃതി സംരക്ഷണ പരിപാടികൾ നടത്തി വരുന്നത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. 300ഓളം NSS വളണ്ടിയർമാർ പങ്കെടുക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നല്ല കണ്ടൽ, റൈസോഫോറ, കുറ്റിക്കണ്ടൽ, ഉപ്പൂറ്റി എന്നീ ഇനങ്ങളാണ് വിതരണം ചെയ്തത്. MP ചന്ദ്രൻ, ജയൻ നീലേശ്വരം, സുനിൽകുമാർ, MS വാദി, MP നീരജ്, KV അമ്പാടി, K പ്രവീൺകുമാർ, P ദിവാകരൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി. മന്ത്രി E ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നായർ സർവീസ് സൊസൈറ്റി ആസ്ഥാനത്ത് നിന്നും എല്ലാ കരയോഗങ്ങളിലെയും ഒരു കുട്ടിക്ക് വർഷം തോറും നൽകി വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും കാസർഗോഡ് താലൂക്ക് യൂണിയൻ നൽകുന്ന സ്കോളർഷിപ്പും എൻഡോമെന്റ് വിതരണവും 25-ന് കാസർഗോഡ് NSS യൂണിയൻ മന്ദിരത്തിൽ വെച്ച് നടന്നു. പരിപാടി മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ തല സ്കോളർഷിപ്പ് വിതരണം വിദ്യാനഗർ CI ബാബു പെരിങ്ങോത്ത് നിർവഹിച്ചു. U രാജഗോപാലൻ, സ്മിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ ചരിത്രത്തിലെ മായാത്ത ഏടുകളിലൊന്നായ പ്രൊഫസർ ശേഷാദ്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. ജന്മം കൊണ്ട് മറുനാട്ടുകാരനാണെങ്കിലും ജീവിതം കൊണ്ട് അദ്ദേഹം കാസർഗോഡുകാരനാണ്. വർത്തമാന കാസർഗോഡിന്റെ തിളക്കമാർന്ന വ്യക്തിത്വങ്ങളിൽ പലരും ശേഷാദ്രി സാറിന്റെ വിദ്യാർത്ഥികളാണ്. കേരളം കണ്ട മികച്ച ഇംഗ്ലീഷ് അധ്യാപകരിൽ ഒരാളായ ശേഷാദ്രി ഷേക്സ്പിയർ സാഹിത്യത്തിലും നിപുണനായിരുന്നു. അധ്യാപകൻ എന്ന നിലയിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. സംഘാടകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, കലാകായിക പ്രതിഭ അങ്ങനെ വിശേഷങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടം ശിഷ്യന്മാരുടെ സ്മരണാഞ്ജലിയായ തിലോദകം എന്ന ഡോക്യുമെന്ററിക്ക് 25 മിനിറ്റ് ദൈർഘ്യമുണ്ട്. KMH പ്രൊഡക്ഷന്റെ ബാനറിൽ ശേഷാദ്രി സാറിന്റെ ശിഷ്യൻ കൂടിയായ KM ഹനീഫയാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുള്ളത്. കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും മാധ്യമപ്രവർത്തകനുമായ സണ്ണി ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ചു. തിലോദകം ഡോക്യുമെന്ററിയുടെ പ്രകാശനം കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട് നിർവഹിച്ചു. പ്രൊഫസർ C താരാനാഥ് ഡോക്യുമെന്ററി ഏറ്റുവാങ്ങി. കാസർഗോട്ടേക്ക് വന്നാൽ സാധാരണഗതിയിൽ കാസർഗോട്ടുകാരെ മനസ്സിലാക്കാനുള്ള സാവകാശം കിട്ടുന്നതിന് മുമ്പ് തന്നെ ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, അധ്യാപകരാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കാസർഗോഡ് യഥാർത്ഥ സ്നേഹം, കേരളത്തിൽ ഏറ്റവും നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന ഒരു ജനതയും അത് ഇവിടെയാണ് എന്ന് മനസ്സിലാക്കി ഈ സ്നേഹത്തിന് അദ്ദേഹം സ്വയം അർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടമെല്ലാം നമുക്ക് വേണ്ടി അർപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത പാഠം പഠിപ്പിച്ചു പോകൽ മാത്രമല്ല,
വിദ്യാർത്ഥികളെ വ്യക്തിപരമായി കൂടുതൽ അടുക്കാൻ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുവാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ പഠിക്കുവാനും ശ്രമിച്ച ഡിവൈഎഫ്ഐ അജാനൂർ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് തുടക്കമായി. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ഗ്രാമീണ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ അജാനൂർ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത്. 2016 ഡിസംബർ 18 മുതൽ 2017 ഫെബ്രുവരി 5 വരെയാണ് ഗ്രാമോത്സവം നടക്കുന്നത്. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കാരക്കുഴി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി വിജയ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ടൗണും അതുപോലെ തന്നെ റെഡ് സ്റ്റാർ കുന്നുകുളം എന്ന മത്സരത്തിൽ ഒരു ടീമിൽ അംഗമാവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്ന് ആഴ്ചയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരം ദിവസം വൈകുന്നേരങ്ങളിലായിരുന്നു കളി നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഫൈനൽ മത്സരം കുന്നുമ്മലും ടൗണുമായിരുന്നു. അന്ന് ഇവിടെ കൂടിയ ജനക്കൂട്ടം, അതുപോലെ തന്നെ ആ മത്സരം, അതന്ന് 5 സെറ്റ് നീണ്ടുന്ന മത്സരം സമയക്കുറവ് മൂലം ടൈം വെച്ച് അവസാനം ഫിനിഷ് ചെയ്യുകയാണുണ്ടായത്. ഒരിക്കലും മറക്കാത്ത ഒരു ടൂർണമെന്റായിരുന്നു അന്ന് ഇവിടെ ഈ കാരക്കുഴി, ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ടൂർണമെന്റ്. സംഘാടക സമിതി ചെയർമാൻ ബാലൻ ആലിങ്കാൽ അധ്യക്ഷനായി. കെ രാഹുൽ, മനോജ് കാരക്കുഴി, പി പുരുഷോത്തമൻ, കെ വി നിഷാന്ത്, ഗിരീഷ് കെ, സുധീഷ് ബി തുടങ്ങിയവർ സംസാരിച്ചു. ഫൈനൽ മത്സരത്തിൽ റെഡ് സ്റ്റാർ അമ്പലത്തറയെ പിന്തള്ളിക്കൊണ്ട് ജോളി അഡോട്ട് ചാമ്പ്യന്മാരായി. 1ഉം 2ഉം സ്ഥാനത്തിന് അർഹരായ ജോളി അഡോട്ട്, റെഡ് സ്റ്റാർ അമ്പലത്തറ എന്നീ ടീമുകൾക്ക് സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ സമ്മാനദാനം നിർവഹിച്ചു. പൊള്ളക്കട യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പൊള്ളക്കട യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 2016 ഡിസംബർ മുതൽ 2017 ഏപ്രിൽ വരെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ കുട്ടമത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ് കുടുംബത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലെ കുടുംബം ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് പരിചയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അമ്മാവൻ, അമ്മാവന്റെ അമ്മാവൻ, പിന്നെ കിട്ടമ്മാവൻ, പിന്നെ കുഞ്ഞമ്മാവൻ, ഇങ്ങനെ ഒരുപാട് അമ്മാവന്മാർ എന്താ എനിക്ക് ഓർമ്മില്ല, കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ കേരളത്തിലെ ആ വ്യവസ്ഥിതിയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കൂട്ടുകുടുംബ വ്യവസ്ഥിതി. കൂട്ടുകുടുംബാണ്. എന്തൊരു സ്നേഹത്തിന്റെ കാലഘട്ടമായിരുന്നു അത്, എന്തൊരു യോജിപ്പിന്റെ കാലഘട്ടമായിരുന്നു അത്. സംഘാടക സമിതി ജോയിന്റ് കൺവീനർ എ നാരായണൻ അധ്യക്ഷനായി. AK രത്നാകരൻ സംസാരിച്ചു. തുടർന്ന് ബലൂൺ റൈസ്, മിഠായി പെറുക്കൽ, തവളച്ചാട്ടം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ലെമൺ സ്പൂൺ റൈസ് തുടങ്ങിയ മത്സരങ്ങളും നടന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റി നീലേശ്വരത്ത് സൈബർ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് സൈബർ സെല്ലിലെ PR ശ്രീനാഥ് ക്ലാസ് എടുത്തു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിതെറ്റി മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ദുരുപയോഗത്തിലൂടെ ജീവിത തകർച്ചയിലേക്ക് നീങ്ങുന്ന യുവതലമുറയ്ക്ക് നേർവഴി കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റി സൈബർ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. നീലേശ്വരം NKBM ഹാളിൽ നഗരസഭാ കൌൺസിലർ KP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ച് സൈബർ സെല്ല് ശ്രീ ശ്രീനാഥ് നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് തരും. അത് കേട്ട് അത് ജീവിതത്തിൽ പകർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. VSS ജില്ലാ പ്രസിഡന്റ് V പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. VSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് K പത്മനാഭൻ, മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് രജിത രാമചന്ദ്രൻ, കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് NA പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് സൈബർ സെല്ലിലെ സിവിൽ സർവീസ് ഓഫീസർ PR ശ്രീനാഥ് ക്ലാസ് എടുത്തു. ഇങ്ങനെ ഓരോ ദിവസവും പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങളുണ്ടോ? ദിവസം ഇതുപോലത്തെ വാർത്തകൾ ഉണ്ടാവും. ഈ ഞാൻ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഡിജിറ്റൽ ഉപകരണങ്ങളായ ഡിജിറ്റൽ ക്യാമറ, പെൻഡ്രൈവ്, CD, നിങ്ങളുടെ വീട്ടിലില്ലാത്ത ഏതെങ്കിലും സാധനം ഉണ്ടോ ഞാൻ പറഞ്ഞതിനകത്ത്?
യുവജനങ്ങളെ ചതിയിൽ വീഴ്ത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ കാണാക്കാഴ്ചകളായിരുന്നു ബോധവൽക്കരണ ക്ലാസിന്റെ വിഷയം. VSS ജില്ലാ സെക്രട്ടറി രവി കോട്ടുമൂല സ്വാഗതവും ട്രഷറർ മുള്ളൂർ ശശി നന്ദിയും പറഞ്ഞു. ബേളൂർ ശിവക്ഷേത്രത്തിലെ ലക്ഷദ്വീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ലക്ഷദ്വീപ സമർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ബേളൂർ മഹാശിവക്ഷേത്രത്തിലെ ലക്ഷദ്വീപ സമർപ്പണ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കെടുക്കാനെത്തി. ലക്ഷദ്വീപ പ്രഭയിൽ കുളിച്ച മഹാശിവക്ഷേത്രം ഭക്തർക്ക് അത്യപൂർവമായ കാഴ്ചയാണ് പകർന്നു നൽകിയത്. നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങൾ സ്വയം ദീപസമർപ്പണം നടത്തി. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ ലക്ഷദ്വീപ സമർപ്പണ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിയിരുന്നു. കിഴക്കുംകര അയ്യപ്പ ഭജന മന്ദിരത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കിഴക്കുംകര അയ്യപ്പ ഭജന മന്ദിരത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രതിഷ്ഠാദിന ആഘോഷത്തിന്റെ ഭാഗമായി ദീപാരാധനയും ഭജനയും നടന്നു. നിരവധി ആളുകൾ ചടങ്ങുകൾ ദർശിക്കാൻ എത്തി. അന്നദാനവും നടന്നു. മുട്ടുന്തല മഖാം ഉറൂസിന് സമാപനം. നിരവധി വിശ്വാസികൾ ഉറൂസിൽ പങ്കെടുക്കാനെത്തി. ഞായറാഴ്ച വൈകിട്ട് നടന്ന ഗഫാലി വിരുന്നിന് സയ്യിദ് ത്വാഹ തങ്ങൾ നേതൃത്വമേകി. തുടർന്ന് കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവിയുടെ പ്രഭാഷണവും നടന്നു. കൂട്ടുപ്രാർത്ഥനയ്ക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സെക്രട്ടറി ഷൈഖൂന കൊയ്യോട് PP ഉമർ മുസ്ലിയാർ നേതൃത്വമേകി. തിങ്കളാഴ്ച മൗലിദ് പാരായണം നടന്നു. തുടർന്ന് നടന്ന അന്നദാനത്തോടെ ഉറൂസ് സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയിലെ സ്തംഭനാവസ്ഥ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ധർണ സംഘടിപ്പിച്ചു. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് കഴിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. CPI 91ാം സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെ നടന്നു. രാമരാജ്യ ക്ഷത്രിയായനെ കോട്ടയാർ സേവാ സംഘം കീക്കാനം ഉപസംഘത്തിന്റെ 4ാം വാർഷിക സമ്മേളനം നടന്നു. സോഷ്യലിസ്റ്റ് നേതാവ് B കർത്തമ്പു മേസ്ത്രിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സർവകക്ഷി അനുശോചന യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. പുതുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് തുടക്കം. മുട്ടുന്തല മഖാം ഉറൂസിന് സമാപനം. അന്നദാനത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ എത്തി. നമശിവായ മന്ത്രങ്ങൾ മുഴങ്ങി. ലക്ഷദ്വീപ പ്രഭയിൽ ബേളൂർ മഹാശിവക്ഷേത്രം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.